അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം വിചാരിക്കണേ. അപ്പം ഇന്ന് നമ്മൾ വീട്ടിലത്തെ കുറച്ച് വീഡിയോ കേട്ടോ, നമ്മൾ നൻസുടി പരിപാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണാം. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഇട്ടാൽ നമ്മുടെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ ഞാനും മറക്കണ്ട. അപ്പോൾ മക്കളെ, റംസാൻ വരവായി. അപ്പോൾ നമ്മൾ അതിന് മുന്നുള്ള നൻസുളിപ്പണി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജ് നന്നാക്കാനുള്ള പരിപാടിയാണ്. ഇതാ ഒക്കെ വലിച്ചിട്ടിക്കണ്. ഇപ്പോൾ നമ്മൾ ഡോറ് ഏകദേശം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ നിറച്ചിക്കണ്. ഞാൻ അപ്പോൾ അടുത്ത പരിപാടി ഇട്ടാ ഇതാ നമ്മൾ ഐസിൻ്റെ തുടച്ചാണ്ടില്ലേ, നല്ല സൂപ്പറായി വിടും. എല്ലാവരും ഇതുപോലെ ചെയ്യുക. നല്ല ചളി അവിടെ ഇവിടെ അരുവിലൊക്കെ ചളി ഉണ്ടാവും, അതൊക്കെ തുടച്ചെടുത്ത് വൃത്തിയാക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്ത ഇനി താഴത്തെ പരിപാടിയാണ്. ഒക്കെ ഇറക്കിയൊക്കെയല്ലേ. അപ്പോൾ നൻസുളി പരിപാടിൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ. കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ഒന്ന് ആദ്യം നമ്മൾ തല്ലാജി ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഐസിൻ്റെ ഐസ്ക്രീം വെട്ടൊക്കെ ഇതിലിട്ടിക്കണം. കാണില്ലേ, നല്ല പൊടിയും ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും പരിപാടിക്ക് പിന്നെ ഇതൊക്കെ കഴുകാം. ഉപ്പിലിട്ടൊക്കെ വെക്കണേ. പിന്നെ അടി തട്ട് നമ്മളെ മുളക് പാത്രം, തക്കാളി പാത്രമൊക്കെയാണ്. ഇതൊക്കെ പുറത്തൊക്കെ കട്ടെ, ഇതൊക്കെ ക്ലീനാക്കിയിട്ട് ബാക്കി വാങ്ങി കാണാം. ചില്ലൊക്കെ എടുക്കില്ലേ, അച്ചാറുകളാണ് നമ്മളെ ജാതിക്കാക്കുന്നത്. മാങ്ങ ഉപ്പിലിട്ടത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതിൽ തൈരുണ്ട്. ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് നന്നാക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇനി വൃത്തിയാക്കിയിട്ട് ഇപ്പം ഡോർ ഏകദേശം തുടച്ച് വൃത്തിയാക്കില്ലേ, ഫുള്ള് ക്ലീൻ ചെയ്യുക. നമ്മൾ ഒഴിവ് ദിവസങ്ങൾ ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ഭക്ഷണോട് നോക്കി പറഞ്ഞ് ഫിനിഷിങ് തോത്തിലാണത്. അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ ഒഴിവ് കിട്ടിയപ്പോൾ പിന്നെ നോൽബൊക്കെ അല്ല, അപ്പം ഇടയ്ക്കൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിരിക്കും. അപ്പം എല്ലാവരും ചെയ്യലുണ്ടാവും. എന്നാലും ഒന്ന് ഓർമ്മയാക്കിയതാട്ടാ. ഞാനിപ്പോൾ ആർക്കും ടൈം കിട്ടൂല. അപ്പം എല്ലാവരും ഓരോരോ വിജയിക്കാം. അപ്പം ഏതായാലും ഒരു 10 മിനിറ്റ് ഇരുന്നാൽ സംഭവം സെറ്റാവും. മടി കാണാൻ അല്ലാണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചാൽ സംഭവം നമ്മുടെ ഫ്രിഡ്ജ് സൂപ്പറായിട്ട് കിട്ടും. വൃത്തിയായിട്ട് അത് നല്ല ഉണങ്ങിയ സീല് തോറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇടക്കിടക്ക് തുറക്കണം. എന്നാലും നമ്മൾ ഇങ്ങനെ കുപ്പിയിലിങ്ങനെ വെള്ളം ഇതൊക്കെ കൊണ്ടുവച്ച് കണ്ട് പെട്ടെന്ന് ഇതാവും. അതിൽ നൻസുളിപ്പണി ആയതുകൊണ്ട് ഒന്ന് ഫുള്ളൊന്ന് സെറ്റാക്കാൻ പോവാണ്. പിന്നെ കഴിഞ്ഞ നമ്മൾ നനഞ്ഞ കുപ്പികളൊക്കെ കൊടുത്താക്കാത്തല്ലേ, ഒക്കെ ഉണങ്ങിയതിന് ശേഷം നല്ല വൃത്തിയിലാണ് കൊണ്ടുവച്ചാൽ സംഭവം സെറ്റാവും. അതായത് ഇനിയൊക്കെ ഫുള്ള് തുറക്കട്ടെ എന്നിട്ട് കാണാം ബാക്കി ഭാഗം. അപ്പോൾ ഏകദേശം നമ്മളെ ഫ്രിഡ്ജൊക്കെ തോത്തി സെറ്റായിട്ടുണ്ടല്ലേ. പോരാ, ഇതൊരു വൃത്തിയൊക്കെ കണ്ടില്ലേ, സെറ്റായി തട്ടൊക്കെ വെച്ചു വൃത്തിയാക്കി ഇങ്ങനെ വെച്ച് വെക്കാം. അപ്പൊ ഏതായാലും നമ്മൾ ഒഴിവായപ്പോഴേ പെണ്ണൊക്കെ ഹെൽപ്പ് ചെയ്യാൻ മടി രണ്ടാം കൂടി ഇറങ്ങി തട്ടുന്നത് പണി. അതുകൊണ്ട് ഫ്രിഡ്ജ് വൃത്തിയായി കിട്ടി. മറ്റേ നമ്മൾ ദിവസം രാവിലെ ആഴ്ച പണിക്ക് പോകും, ഫ്രിഡ്ജ് ആരും മെയിൻ ചെയ്യില്ല. ഇപ്പം നൻസുൽ പണി ആയതുകൊണ്ട് ഇതൊക്കെ വൃത്തിയായി കിട്ടി. കണ്ടില്ലേ, സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മളെ പാത്രം കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോട്ടെ, വെള്ളം കാര്യങ്ങളും അച്ചാറും ഉപ്പിലിട്ടൊക്കെ സെറ്റാക്കട്ടെ. അപ്പോൾ ഏതായാലും ഫ്രിഡ്ജൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇനി ദിവസം ഉണ്ട്. അപ്പോൾ ആരും മടിച്ചിക്കാൻ കേട്ടോ. നമ്മളെ വെള്ളക്കുപ്പിതാ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. ചൂടല്ലേ കിട്ടിയില്ലേ. ഇനി നമ്മൾ സാധനം എടുത്തക്കട്ടേക്ക്. നല്ല ചൂടാണ്. തണുത്ത വെള്ളം ഇങ്ങനെ എടുത്ത് കുടിച്ചാൽ ഇതിന് വെള്ളം കാര്യമാണ്. അത് ആരും കുടിച്ച് ചേർത്ത് നിറച്ചേക്കണം. ഇനി ഫ്രിഡ്ജ് ഓണാക്കാൻ പോണ്. ഈ പാത്രമൊക്കെ എടുത്ത് സെറ്റായില്ല. അപ്പോൾ ഏകദേശം നമ്മളെ ഫ്രിഡ്ജൊക്കെ സെറ്റായിട്ടുണ്ട്. മക്കളെ നമ്മളെല്ലാം
നല്ല വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ സാധനം കയറ്റി വെച്ചതാ. ടിന്നും കാര്യങ്ങളും വെള്ളമൊക്കെ റെഡിയാക്കി. മുളക് മാത്രം ഇതാ, തക്കാളി ഇട്ടാ ഒക്കെ റെഡിയില്ലേ? വെള്ളമൊക്കെ റെഡിയാക്കി ഓണാക്കിയിട്ടുണ്ട്. ഒക്കെ ഫിനിഷിങ് ആയിട്ടാ. നമ്മളെ ഫ്രിഡ്ജ് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് തണുക്കട്ടെ. ഇതിന് നാരങ്ങളൊക്കെ കളക്കാം. തണുത്ത നാരങ്ങള പോരെ? ആയാലും ഞങ്ങൾ ചാടിക്കുക. റാഷിയെ ഇന്നത്തെ കടി ഒന്ന് വെള്ളപ്പം. എന്താ മാവ് ഇട്ടാ ചുട്ടണ കുറച്ച് ചുട്ടുകൊണ്ടിരിക്കണം. കറി എന്താ? ചിക്കൻ കറി ഉണ്ടാക്കി. വാവ് ഫാന്റാസ്റ്റിക്. അപ്പം അടിപൊളി മുളകിട്ട് ചിക്കൻ കറി ഉണ്ട്. നല്ല അടിപൊളി ഉഴുന്ന് ദോശ അല്ലേ? ഉഴുന്ന് ദോശ അല്ലേ? റെഡി കൊണ്ടിരിക്കണ്ട. അടുത്തൂടെ ഇന്ന് ചട്ടിനി ഉണ്ടാക്കി. ചട്ടിനി ഉണ്ടാ? ഓ സംഭവം അടിപൊളി. അപ്പൊ നാളത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയതാട്ടാ. നല്ല അടിപൊളി ചിക്കൻ കറിയും നല്ല ഉഴുന്ന് ദോശ ഉണ്ട്. കുറച്ചുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ ചാർജ് നമ്മളൊക്കെ ക്ലീൻ ആക്കാൻ ഞാൻ ഫ്രിഡ്ജ് ഉണ്ടാക്കിയോണ്ട് നിൽക്കുകയാണ്. ഫ്രിഡ്ജ് ഒരു ഭാഗത്ത് വെച്ചില്ല, ഡോർ വെച്ചിരിക്കണേ. മറ്റേ തോത്തട്ടോ അതിന്. തീ കുറച്ചാളാ നല്ല കറക്റ്റ് കിട്ടും. കുറച്ച് ഇഡ്ഡലി ചുട്ടു. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ ചായ എടുത്ത്. ഇപ്പൊ ചായയും കടിയൊക്കെ റെഡി ആയിട്ടാ. ഇനി കുടിക്കാനുള്ള പരിപാടിയാണ്. ബാബോ ചായ അടിച്ചാൽ മതി. ഫ്രിഡ്ജ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഡോറും ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചായ അടിക്കട്ടാ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചായ അടിക്കാൻ പോണ്. ഇപ്പോൾ നല്ല അടിപൊളി ചട്ടിനി ഉണ്ട്. നല്ല പാൽ ചായയും ചിക്കൻ കറിയും ഇഡ്ഡലിയും. അപ്പം ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി ഇട്ടാ. നല്ല ഉഴുന്ന് ദോശയുണ്ട് അല്ലേ? ഇന്ന് കഴിക്കല്ലേ? കഴിച്ചിട്ട് ബാക്കി പണിക്കാം. അപ്പോൾ നൻസുളി പണിയുണ്ട് ഇന്നിവിടെ. ചെറുതായിട്ട് ക്ലീനിങ് നന്നാക്കലൊക്കെ പണായിട്ട് നമ്മളത് ഫ്രിഡ്ജ് ഉണ്ടാക്കട്ടെ. നമ്മളാദ്യം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചാടിക്കല്ലേ? ചായ അടിച്ചിട്ടാക്കാം. വരി ലുലുവാ പോരി ചായ അടിക്കാൻ വാ. ലിനുവിനെയും കൂട്ടിക്കോ. അപ്പം ഞാൻ ചായ അടിക്കാനുള്ള പരിപാടിയാണ്. ഇല്ല കുടിച്ചല്ലേ? അപ്പോൾ ചായ അടിച്ചിട്ട് നമുക്ക് പാട്ടൊക്കെ പാടട്ടാ. പാടില്ലേ? മനസ്സിലായി? പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ ചായ അടിച്ചിട്ട് രണ്ടുപേര് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേര് പാട്ട് പാടാൻ പറഞ്ഞിട്ടില്ലേ? പാടില്ലേ? രാവോളണേ 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 ഇൻസെന്നോരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം തഞ്ചത്തില് താളത്തില് കാനോത്തില് പാടും ഓളത്തില് കൂട്ടായിട്ടാനായി ആളും ഓളിന്നൊരു വ്യത്യാസമില്ല ഇനിയുള്ള കാലത്ത് കാണാനോ ബാക്കിയുള്ളത്. അത്രയില്ല. അപ്പൊ എല്ലാരും ചെയ്ത് കഴിഞ്ഞാ അതിലൊന്ന് കമന്റ് ചെയ്യട്ടെ. കഴിഞ്ഞാലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മളിന്ന് അപ്പൊ ഇതാണ് മക്കളെ ലഞ്ചിൽ പോയിട്ടാ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയത് അമ്മ ഇവിടെ ജനാൽപ്പൊടി അതിൻ്റെ കമ്പിയൊക്കെ ഒന്ന് പൊടി നല്ല പൊടി അറിയിച്ച് അത് തുടച്ചെടുക്കുകയാണ്. ഏതായാലും നമ്മൾ ഒഴുങ്ങിക്കണം. അപ്പം ഇനി നല്ല വൃത്തിയിട്ടാ തുറക്കാം. ഈ ഭാഗമൊക്കെ തുടച്ചെടുത്ത് അപ്പോൾ എല്ലാവരും ലഞ്ചിൽ കഴിഞ്ഞാൽ എന്നിട്ട് അമ്മ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാ. അപ്പം ജനാൽ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. കമ്പിയൊക്കെ തോത്തിയെടുത്ത് ഒന്നും എടുത്തിട്ടില്ല. അവിടെ മോട്ടർ ഉണക്കിയ സൗണ്ടില് മോട്ടർ ഇട്ടു. ഞാൻ ഗിൽസൊക്കെ തുടച്ചെടുക്കട്ടെ. അപ്പോൾ അവർ മറക്കണ കമൻറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ തുടച്ചെടുക്കട്ടെ, വൃത്തിയാകട്ടാ. നമ്മൾ ഫ്രിഡ്ജൊക്കെ തോത്തി കഴിഞ്ഞ് നമ്മൾ അടുത്ത് ഗ്രിൽസാക്കാം.
ഗ്രിൽസിന്റെ ഫുഡിങ് തുറച്ചെടുക്കട്ടെ. തുറച്ചു കൊടുക്കുക പെണ്ണുങ്ങള്. ഇല്ല എങ്ങനത്തെ പണി വേറെ കുടിച്ചില്ലേ? അത് നല്ല തുടച്ചാണ്ട് വാതിലൊക്കെ തുറക്കട്ടെ. പൊടിയാണ്. ആ അരുവിലതാ ഈ മൂലക്കല്. ആ അരുവില വാൻ്റെ അരുവില. അപ്പം ഏകദേശം നമ്മൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞ് നമ്മൾ വാതിൽ നടക്കാനുള്ള പരിപാടിയാണ്. ജനാലൊക്കെ തുടച്ച് ഗ്രിൽസ് തുടച്ചു, ഫ്രിഡ്ജ് എന്താക്കി, വാതിലൊക്കെ തുടച്ചെടുക്കുക. അപ്പോൾ മക്കളെ നമ്മൾ ഗ്രിൽസും വാതിലും ഫ്രിഡ്ജും ഒക്കെ തോത്തി കഴിഞ്ഞ് പുറത്ത് തോത്തി മാറലൊക്കെ തട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, മറക്കലിട്ടാ. അപ്പോൾ നമ്മൾ ഗ്രിൽസൊക്കെ തുടച്ചാൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്കായി മറക്കലിട്ടാ, ഒന്ന് ലൈക്ക് ചെയ്തിട്ടാ, ഒന്ന് ഷെയർ ചെയ്ത് നോക്കി സെറ്റാക്കി. ഏതായാലും ഇവിടെയൊക്കെ വൃത്തിയായിട്ട് കണ്ടില്ലേ, നല്ല മാറാലൊക്കെ തട്ടി സെറ്റാക്കിയത്. അപ്പോൾ രണ്ടൊരു പാട്ട് കൂടി പാടുന്നുണ്ട്. 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാൻ നിന്റെ പൂങ്കനവിൽ പാടത്ത് നീ തൊട്ട മറുകാണ് പറയൂ പറയൂ ഈ നല്ലഴകെ പനിനീർ ചെടിയോ പാൽമുല്ലകളോ. രണ്ടുപേരും പാട്ടോട് പാടുന്നുണ്ട്. നമ്മളെ സ്ഥിരം പാട്ടാണ്. മധുവർണ്ണ പൂവല്ലേ അല്ലേ? പാടില്ലല്ലോ. ഇനി മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോണല്ലേ മധുരപ്പാതിയിലേയിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി വിലസിടുന്നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി വിലസിടുന്നാരി. ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ചു കണ്ട നേരം ഖൽബിനുള്ളിൽ മോഹമോദിച്ചു മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനക്കായി ബീവി തൂനിഞ്ഞു ബീവി തൂനിഞ്ഞു. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി വിലസിടുന്നാരി. അപ്പൊ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും താങ്ക്സ് അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പൊ അതായത് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതൊക്കെ മറക്കാം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.